ചിലർ അവിശ്വസ്തരായി തീർന്നതുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു നാളും മാറ്റമില്ല. ദൈവം തൻ്റെ സ്വഭാവത്തെ ത്യജിക്കാത്തവനാണ്. ദൈവം തൻ്റെ പ്രവൃത്തികളിലൊക്കെ വിശ്വസ്തനാണ്. സാഹചര്യങ്ങൾ മാറുമ്പോൾ മനുഷ്യർ മാറുന്നു. പ്രകൃതിയുടെ അവസ്ഥയനുസരിച്ച് മനുഷ്യന്റെ മനസ്സ് മാറുന്നു. ജീവിതത്തിൽ കടന്നു പോകുന്ന ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച്, ഉയർച്ച താഴ്ചകൾ അനുസരിച്ച് മനോഭാവം മാറുന്നു, ജീവിതം മാറുന്നു. ഒരു സമയത്ത് പട്ടിണിയിലും അരാജകത്വത്തിലും കഷ്ടതയിലും ഇന്ന് എന്ത് ഭക്ഷിക്കാൻ കിട്ടും എന്ന് ചിന്തിച്ച് വിഷമിച്ച ചിലർ നാളെ എന്തായിരിക്കും അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, കുഞ്ഞുങ്ങൾക്ക് ഒരു മാസത്തെ ഫീസ് എങ്ങനെ കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിച്ച് ഒക്കെ ഭാരപ്പെട്ടിരുന്ന മനുഷ്യർ അവരുടെ സ്ഥിതികളിൽ നിന്ന് ദൈവം മാറ്റിയപ്പോൾ അവരുടെ മനോഭാവം തന്നെ മാറിയവരായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് സമ്പത്തില്ല, പിന്നെ എങ്ങനെ ഒരു ദിവസം കഴിയും എന്നുള്ള ഭാരമായിരുന്നു. എങ്കിലും ഒരു വിശ്വാസം ഉള്ളത്തിലുണ്ടായിരുന്നു. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ലജ്ജിച്ചു പോകുകയില്ല. ദൈവം എന്നെ ലജ്ജിപ്പിക്കാൻ അനുവദിക്കുകയില്ല. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല എന്നുള്ള വാക്യമൊക്കെ അന്ന് കാണാപ്പാടമായിരുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തന് ലജ്ജിച്ചു പോകുകയില്ല എന്നുള്ള വാക്യമൊക്കെ എവിടാണെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ അവസ്ഥകളിൽ നിന്നൊക്കെ കണ്ണുനീരിൻ്റെ അപ്പുറത്ത് ദൈവം ചിരിക്കുവാൻ തക്കവണ്ണം, സന്തോഷിക്കുവാൻ തക്കവണ്ണം സ്ഥിതികളൊക്കെ മാറ്റി പ്രതീക്ഷിക്കാത്ത നന്മകളൊക്കെ വന്നു ചേർന്നപ്പോൾ, പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളൊക്കെ ഭവനത്തിൽ വന്നു ചേർന്നപ്പോൾ ഇന്ന് പലരും ദൈവം തന്ന സമ്പത്തിൻ്റെ കാവൽക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെ സൂക്ഷിക്കണം, അതിനെ എങ്ങനെ ഇനി വർദ്ധിപ്പിക്കണം? ദൈവത്തിന്റെ സ്തോത്രം. ഈ നിലയിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഇതിൻ്റെ ഇടയിൽ ഒരു സത്യം ഓർപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും മാറ്റമുണ്ടാകില്ല. ദൈവം ഒരു പദ്ധതി ചെയ്യുവാൻ ആരംഭിച്ചാൽ നിശ്ചയമായും അത് ചെയ്തിരിക്കും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരുടെ വീഴ്ചകളും മനുഷ്യരുടെ പിന്മാറ്റങ്ങളും മനുഷ്യരുടെ ലോകത്തിലേക്കുള്ള ഇറങ്ങിപ്പോക്കും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവനായ ദൈവം അതിൻ്റെ അപ്പുറത്ത് തൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളാരും മറന്നു പോകരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇസ്രായേലിലെ രാജാവായി ശൗലിനെ ദൈവം അഭിഷിക്തനാക്കി. തന്നിൽ കൂടെയൊക്കെ വലിയ പ്രവൃത്തികളാണ്. തൻ്റെ രാജവാഴ്ചയുടെ തുടക്കത്തിലൊക്കെ തൻ്റെ ആത്മീയ തീഷ്ണതയൊക്കെ ഭയങ്കരമായിരുന്നു. കാരണം തൻ്റെ മേലൊരു വലിയ അഭിഷേകം ഉണ്ടായിരുന്നു. ആ അഭിഷേകത്തിലൂടെ താൻ പ്രവർത്തിച്ചപ്പോൾ തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ദാവീദൊന്നും അതിൻ്റെ അടുക്കൽ വരികയില്ല. ശൗലിൻ്റെ തുടക്കം നമ്മൾ ശ്രദ്ധിച്ചാൽ ഭയങ്കരമാണ്. തൻ്റെ തീഷ്ണതയൊക്കെ എത്ര വലുതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊക്കെ പ്രവർത്തിച്ച മനുഷ്യൻ പിൽക്കാലങ്ങളിൽ സാഹചര്യങ്ങൾ മാറിയപ്പോൾ തൻ്റെ മനസ്സ് മാറി. ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെ നിസാരമാക്കി കരുതി ശമൂവേൽ ഇല്ലെങ്കിലും ഒരു യാഗം കഴിച്ചാൽ കുഴപ്പമില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. കാരണം പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയി. കൃപയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിനാ കൃപയ്ക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയെങ്കിലും വിടുതൽ കിട്ടിയാൽ മതി എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അതേ ശൗലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അത് തൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റായിട്ട് ബൈബിൾ പ്രസ്താവിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെയൊക്കെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടി. ദൈവികമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു കാലത്ത് വലിയ ഭയമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനാ സമയത്ത് വേണ്ടതുപോലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, വേണ്ടതുപോലെ ശുശ്രൂഷകളിൽ സംബന്ധിച്ചില്ലെങ്കിൽ, ദൈവസന്നിധിയിൽ വേണ്ടതുപോലെ ഇരിക്കാനും ആത്മാവിൽ ബലപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു ഭയം തട്ടുമായിരുന്നു. ഇപ്പോൾ ആ ഭയമല്ല ഉള്ളത്. ദൈവത്തിന് സ്തോത്രം. മറ്റു ചില ഭയങ്ങൾ, സ്തോത്രം, മരിച്ചു പോകുമോ എന്ന ഭയം. കൈക്കൊരു വേദന ഉണ്ടായപ്പോൾ ഏത് കൈക്കാ വേദന? ഇടത്തെ കൈക്കാണോ വലത്തെ കൈക്കാണോ? ഇടത്തെ കൈക്കാണെങ്കിൽ ഇത് സീരിയസ് ആണ്, അത് ഹാർട്ടിനെ ബാധിക്കുന്നതാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ എവിടെയെങ്കിലും തലയ്ക്കൊരു വേദന ഉണ്ടായാൽ, പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു, ഓ സാരമില്ല എന്ന് പറയുന്നവർ, അയ്യോ തലയ്ക്കാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം എന്താണ്? ഇതിനെക്കുറിച്ചുള്ള ഭയം. ഒരു കാലത്തുള്ള ഭയം എങ്ങനെയാണ്? കൃപയിൽ നിന്ന് വീട് പോകരുത്, വിശ്വാസം അന്യപ്പെട്ടു പോകരുത്, ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കണം, ആത്മീയ ജീവിതത്തിൽ വീഴ്ച വരുമോ എന്നൊരു ഭയം.
ദൈവത്തിന് സ്തോത്രം. അതിനെ എങ്ങനെ പരിഹരിക്കാം, എങ്ങനെ അതിനെ നികത്താം എന്നുള്ള പരിശ്രമമായിരുന്നു. ഇപ്പോഴുള്ള ഭയം മരിച്ചു പോകുമോ എന്നുള്ള ഭയം, തലവേദന എന്തായിത്തീരുമെന്നുള്ള ഭയം, അടുത്ത ദിവസം ഇനി എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നതെന്നുള്ള ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഭയം, ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, സ്തോത്രം, ഇനി സാലറി കൂട്ടി കിട്ടിയില്ലെങ്കിൽ അടുത്ത കാര്യം എങ്ങനെ ആയിരിക്കുമെന്നുള്ള ഭയം. പക്ഷേ മുൻപുള്ളായിരുന്ന ഭയം അങ്ങനെയല്ലായിരുന്നു. ദൈവത്തിന് കൃപയിൽ വളരുവാൻ, സ്തോത്രം, എനിക്കങ്ങനെ മുൻപോട്ട് ജയകരമായി ജീവിക്കാൻ സാധിക്കും എന്നുള്ള വിഷയങ്ങളെ ഓർത്ത് ഭയപ്പെട്ട് തങ്ങളെ തന്നെ താഴ്ത്തി കൃപയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? കൃപയില്ലെങ്കിൽ മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള അറിവുള്ളവർക്കാണ് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവികമായ കാര്യങ്ങളെ ചെയ്യുവാൻ ഉള്ള ഒരു വലിയ ധൈര്യം ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ട് ഭൗതികമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ളതായ ധൈര്യം. ദൈവത്തിന് സ്തോത്രം. 1 ശമൂവേൽ 13-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അവർ വായിക്കുന്നത്, ഗിൽഗാലിൽ பெலிஸ்தர் எனக்கு விரோதமாய் வந்து விடுவார்கள் என்றும் நான் இன்னும் கர்த்தருடைய சமூகத்தை நோக்கி விண்ணப்பம் பண்ணவில்லை என்றும் என்னை തുനിந்து സർവാംഗ ദഹനബലിയെ സെലുത്തിനേൻ എന്ന്. കണ്ടോ, ഇപ്പോൾ സർവാംഗ ദഹനബലി അല്ലെങ്കിൽ ഹോമയാഗം കഴിച്ചു. ഹോമയാഗം എന്ന് പറയുന്നത് യാഗങ്ങളിൽ പ്രധാനപ്പെട്ട യാഗമാണ്. 10 യാഗങ്ങളുണ്ട്. ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം, ഉദർച്ചാർപ്പണയാഗം, വിരാജനാർപ്പണയാഗം, സ്വമേധാദാനയാഗം, സ്തോത്രയാഗം, പാലീയാഗം, ഇങ്ങനെ 10 യാഗങ്ങളെ കുറിച്ച് പ്രധാനമായി നമ്മൾ പഠിക്കുന്നുണ്ട്. 5 വലിയ യാഗങ്ങൾ, 5 ചെറിയ യാഗങ്ങൾ. അതിലെ വലിയ യാഗങ്ങളിൽ ഒന്നാമത്തെ യാഗമാണ് ഹോമയാഗം. ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായി പഠിപ്പിക്കുന്ന പുസ്തകമാണ് ലേവ്യ പുസ്തകം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ പ്രധാനപ്പെട്ട യാഗം, ഹോമയാഗം അല്ലെങ്കിൽ ഹനനയാഗം അല്ലെങ്കിൽ സർവാംഗ ദഹനയാഗം എന്നൊക്കെ പറയാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തെ ഒരു ഹോമയാഗത്തോട് ഉപമിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാ യാഗങ്ങളും കാൽവറി യാഗത്തിന് നിഴൽ തന്നെയാണ്. എങ്കിലും പ്രധാനമായും ഹോമയാഗത്തെ ക്രൂശില യാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്നത് താൻ ഹോമയാഗം കഴിച്ചു. എങ്ങനെയാണ്? ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചു. പക്ഷെ വ്യവസ്ഥ പ്രകാരമായിരുന്നു യാഗം നടത്തിയത്? വ്യവസ്ഥ പ്രകാരമല്ലായിരുന്നു. കാരണം ശമൂവേലിനെ കൂടാതെ ഒരു യാഗം നടത്താൻ വ്യവസ്ഥയിലായിരുന്നു. ശമൂവേലിനെ യാഗത്തിന് വേണ്ടി നിയമിച്ചു. ദൈവത്താൽ നിയമിക്കപ്പെട്ട പ്രവാചകൻ ആയിരുന്നു ശമൂവേൽ. ദൈവത്തിന് സ്തോത്രം. ശമൂവേൽ പ്രവാചകൻ മാത്രമല്ല, ഒരു പുരോഹിതനും കൂടെ ആയിരുന്നു, ഒരു ന്യായാധിപനും കൂടെ ആയിരുന്നു. എല്ലാ ക്വാളിറ്റികളും ലഭിച്ച ഒരു മനുഷ്യനായിരുന്നു. കാരണം പ്രാർത്ഥിച്ച് കിട്ടിയ ദൈവ പൈതല വെറുതെ വളർത്താൻ പറ്റുകയില്ല. ഹന്ന ദൈവസന്നിധിയിൽ ഒത്തിരി നിന്ന അനുഭവിച്ചു, ഒത്തിരി വേദനപ്പെട്ടു, ഒത്തിരി കണ്ണുനീരൊഴുക്കി, ഒത്തിരി ഹൃദയം പകർന്നു. ആലയത്തിലെ പുരോഹിതന്റെ നിന്നാവാക്ക് പോലും കേൾക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തെ പകർന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവസന്നിധി ശരിയും ഹൃദയം തകർന്ന് പകർന്നുകൊണ്ടിരുന്നപ്പോൾ അവൻ പറയുകയാണ്, ഇവൾ മദ്യപാനി എന്ന് പറഞ്ഞു. സ്തോത്രം. ഒരുപക്ഷെ ഹൃദയത്തിൽ അല്പമെങ്കിലും പിന്മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ അമ്മോടെ ആലയത്തിലെ പോക്ക് ഹന്ന നിർത്തുമായിരുന്നു. വ്യക്തിയെ നോക്കി ആലയത്തിൽ പോവുകയും പ്രാർത്ഥനയ്ക്കിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഹന്നയുടെ ലാസ്റ്റ് ആരാധനയിലേക്കുള്ള പോക്ക് അന്നായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷേ അവൾ അങ്ങനെയല്ല. സർവശക്തനായ ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാടുണ്ടായിരുന്നു. അവളെ തെറ്റായി ചിത്രീകരിച്ചത് ഒരു ലോകമനുഷ്യനല്ല, വെളിപ്പാടില്ലാത്ത മനുഷ്യനല്ല, ആലയത്തിലെ പുരോഹിതനാണ്. എങ്കിലും അവൾ പറയുകയാണ്, അങ്ങനെയല്ല യജമാനനെ. സ്തോത്രം. അതുവരെയും ബഹുമാനിച്ചതിനേക്കാൾ കൂടുതൽ സ്തോത്രം. തമിഴിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ല എൻ ആണ്ടവനെ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അവൾ കുറച്ചുകൂടെ ഒരു ബഹുമാന സൂചമായി ആണ്ടവനെ എന്ന പദം ദൈവത്തിന് കൊടുക്കുന്ന അതേ ബഹുമാനം പുരോഹിതന് കൊടുക്കുകയാണ്. തന്നെ-കുറിച്ച് വെളിപ്പാടില്ലാതെ തന്നെ നിന്ദിച്ച ആ പുരോഹിതനോടാണ് പറയുന്നത്. സ്തോത്രം. അങ്ങനെ ഒത്തിരി നിന്ന കിട്ടി. കൂടെ സഹോദരിയുടെ പെനിനായുടെ നിന്ന കിട്ടി. ദൈവത്തിന് സ്തോത്രം. പുരോഹിതന്റെ നിന്ന കിട്ടി. നാട്ടുകാരുടെ മുഴുവൻ നിന്ന കിട്ടി. എങ്കിലും ആലയത്തിലെ പോക്ക് നിർത്തിയില്ല. ദൈവത്തിന് സ്തോത്രം. ആലയത്തിൽ പോകാൻ അവളോടുകൂടി ആരുണ്ടായിരുന്നു? ആരും കൂടെ വരുന്നുണ്ടോ? എൻ്റെ വീടിൻ്റെ അടുക്കൽ നിന്ന് ആരൊക്കെ വരുന്നു? എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരൊക്കെ ഉണ്ടോ? അവൾ നോക്കിയില്ല. ദൈവത്തിന് സ്തോത്രം. അതെ, അവൾ ഒരു നല്ല ആത്മീയ ദർശനമുള്ളവളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മീയ ദർശനമുള്ളവർക്ക് നിന്നയുണ്ടാകുമോ? കഷ്ടമുണ്ടാകുമോ? നിശ്ചയമായിട്ടും ഉണ്ടാകും. വിളിക്കപ്പെട്ട അബ്രഹാമിന്റെ ഭവനത്തിൽ ബഹുജാതികൾക്ക് പിതാവാകുമെന്നുള്ള
വാക്കെല്ലാം കേട്ട് അതിമഹത്തായ പ്രതിഫലം, ഞാൻ നിന്റെ പരിചയമാണ്, നിന്റെ സന്തതി കടൽക്കരയിൽ മണ പോലെ ആയിത്തീരും, ആകാശത്തിന് നക്ഷത്രം പോലെ ആയിത്തീരും എന്നൊക്കെ കേട്ടിട്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. വർഷങ്ങൾ മുൻപോട്ട് പോകുന്നു. അബ്രഹാം ബലഹീനപ്പെട്ടു പോകുന്നു, സാറ അതിനേക്കാൾ ബലഹീനപ്പെടുന്നു. കാര്യമൊന്നും നടക്കുന്നില്ല. നാട്ടുകാരുടെ നിന്നെല്ലാം ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. എങ്കിലും വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോയതുകൊണ്ട് അതിൻ്റെ അന്ത്യം മനോഹരമായി തീർന്നു. ദൈവികമായ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ചിലപ്പോൾ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, നിന്ദകൾ, വേദനകളൊക്കെ ഉണ്ടാകും. പോകുന്ന വഴിയിലൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രിയരെ, ഒരു കാര്യം മറന്നു പോകരുത്. പോകുന്ന വഴി ഇടുക്കമാണെങ്കിലും, പോകുന്ന വഴി ഞെരുക്കമാണെങ്കിലും, ഈ വാതിൽ വളരെ ഇടുക്കമാണെങ്കിലും ചെന്ന് ചേരുന്നിട ഇടുക്കമല്ല, ചെന്ന് ചേരുന്നിടത്ത് ഒരു ഞെരുക്കവുമില്ല. അവിടെ സന്തോഷത്തിന്റെ പരിപൂർണതയാണ്, അവിടെ വലിയ വിശാലതയാണ്. സ്തോത്രം. ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. നരകത്തിന്റെ വാതിൽ ഏറ്റവും വലിയ വിശാലമായ വാതിലാണെങ്കിലും, നരകത്തിന്റെ വാതിൽ ഏറ്റവും മനോഹരമായ വാതിലാണെങ്കിലും, ചെന്ന് ചേരുന്നിടത്ത് ഒരു മഹത്വവുമില്ല, ഒരു വിശാലതയുമില്ല, ഏറ്റവും ഞെരുക്കവും ഏറ്റവും വേദനയും. അപ്പോ നരകത്തിന്റെ വാതിൽ ഏറ്റവും വിശാലമായതാണ്. ബൈബിൾ തന്നെ അത് പറയുന്നല്ലോ. ഭക്തന്മാർ അതിനെക്കുറിച്ച് എടുത്ത് മനോഹരമായി പ്രസ്താവിച്ച് ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. നരകത്തിന്റെ വാതിൽ വളരെ അലങ്കരിക്കപ്പെട്ട വാതിലാണ്, വിശാലമായ വാതിലാണ്. ആരെയും അട്രാക്ട് ചെയ്യുന്ന കാഴ്ച വസ്തുക്കളൊക്കെ ആ വാതിൽക്കലുണ്ടായിരിക്കും. ഈ ലോകത്തിന്റെ മഹത്വങ്ങളും പ്രതാപങ്ങളും ഒക്കെ നരകത്തിന്റെ വാതിലാണെന്ന് ബുദ്ധിമാന്മാർ മനസ്സിലാക്കി ഈ ലോകത്തിന്റെ വഴികളെല്ലാം ഉപേക്ഷിച്ചിട്ട് അവരെന്ത് ചെയ്യും? ഇടുങ്ങിയ വഴി എനിക്ക് മതി, ഈ ഞെരുങ്ങിയ വഴി എനിക്ക് മതി, ഈ വാതിലൂടെ ഞാൻ കടന്നു പോകാം. കയറുവാൻ ഇച്ചിരി പാടാണ്. ദേഹമെന്ന തിരശീല കൊണ്ട് ചീന്തിയതായ ആ ചെറിയ വാതിലിൽ ആവശ്യമില്ലാത്ത വസ്തുക്കളൊന്നും കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഏറ്റവും ഇടുങ്ങിയ ആ വാതിലിലൂടെ വളരെ ഞെരുങ്ങിയാണ് പോകാൻ കഴിയുന്നത്. അതെ, ആ ഭാരങ്ങളും പാണ്ടക്കെട്ടുകളും കൊണ്ടൊന്നും ആ വാതിലിലൂടെ പോകാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ആകയാൽ മുറുകെ പറ്റുന്ന പാപവും സകല ഭാരവും വിട്ട് മുൻപോട്ട് ഓടാൻ പറയുന്നു. ഭാരങ്ങളൊക്കെ ഈ ചുമന്നുകൊണ്ട് പോയാൽ ഈ വാതിലൂടെ അകത്ത് പോകാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളും തെറ്റുകളും ബലഹീനതകളും പാപങ്ങളും ഒക്കെയാണ് ഈ ഭാരങ്ങൾ എന്ന് പറയുന്നത്. ഇതെല്ലാം കളഞ്ഞിട്ട് ഈ ഇടുങ്ങിയ വഴിയോട് മുമ്പോട്ട് പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ദുർഘടങ്ങളൊക്കെ ഉണ്ടാകും. പരദേശി മോക്ഷയാത്ര എന്നൊരു ബുക്കുണ്ടല്ലോ, ബൈബിൾ കഴിഞ്ഞിട്ട് ഏറ്റവും അധികം വിവർത്തനം ചെയ്യുകയും അധികം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതായ പുസ്തകം എന്നാണ് പൊതുവെയുള്ള കണക്ക്. ദൈവത്തിന് സ്തോത്രം. ആ പരദേശി മോക്ഷയാത്ര എന്ന ബുക്ക് വായിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ ആ മോക്ഷപട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പലവിധമായ ഇടുക്കത്തിൻ്റെ പാതകൾ, പലവിധമായ പ്രശ്നങ്ങൾ, പരീക്ഷാ ഘട്ടങ്ങൾ, എതിർക്കുന്ന പോരാട്ട ശക്തികളൊക്കെ അവിടെ കാണാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ജോൺ ബെനിയൻ എന്ന ദൈവഭക്തൻ ജയിലിൽ, സുവിശേഷ നിമിത്തം ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ആ ജയിലിൽ അരണ്ട വെളിച്ചത്തിൽ, മെഴുകുതിരിക്കാലിൻ്റെ വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് തനിക്ക് ലഭിച്ച ആത്മീയ ദർശനമനുസരിച്ച് എഴുതി പിടിപ്പിച്ച 2 പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് പരദേശി മോക്ഷയാത്ര, 2 തിരുപ്പോരാട്ടം എന്നൊരു പുസ്തകമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം ഉത്തേജനം നൽകുന്ന പല ഭാഗങ്ങൾ, ദൈവം കൊടുത്ത ദർശനം അനുസരിച്ചും തൻ്റെ ആത്മീയ കാഴ്ചപ്പാടനുസരിച്ചും എഴുതിയ പുസ്തകങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു ഭക്തൻ പറഞ്ഞത്, ജോൺ ബെനിയൻ ജയിലിൽ അടയ്ക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആ പുസ്തകം കിട്ടുകയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ ദൈവമക്കൾക്കുണ്ടാകുന്ന കഷ്ടങ്ങളൊക്കെ വളരെ പ്രയോജനമായി തീരും. ദൈവത്തിന് സ്തോത്രം. കൊട്ടാരക്കര ഇന്റർനാഷണൽ കൺവെൻഷനിൽ പല ജോലികളെല്ലാം ഏർപ്പെട്ടതായ ഒരു ദൈവദാസൻ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് അർദ്ധരാത്രിയിലൊന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞപ്പോൾ, വിശ്രമിക്കാമെന്ന് വിചാരിച്ചു വരുമ്പോൾ തനിക്ക് കിടക്കാനായിട്ട് ഒരു സ്ഥലവും കിട്ടിയില്ല. പായം, അക്കാലങ്ങളിൽ പായമൊക്കെ വളരെ ദുർലഭമാണല്ലോ. എന്നാൽ അവസാനമായിട്ട് ഒരു ഓലക്കീറ് കിട്ടി. ആ ഓലക്കീറ് കിട്ടിയിട്ട് അതിൽ പോയി ഇരുന്നിട്ട് അന്ന് ഉറങ്ങിയില്ല. ഉറങ്ങാൻ വേണ്ടി എടുത്തിട്ട ഓലയാണ് തെങ്ങോല. ദൈവത്തിന് സ്തോത്രം. അതിലിരുന്നു കൊണ്ട് താൻ പാടിയ പാട്ടായിരുന്നു, എൻ്റെ സങ്കേതം നീ അല്ലയോ, എൻ്റെ ആശ്രയവും നീയല്ലോ, എൻ്റെ സങ്കേതം നീ അല്ലയോ, എൻ്റെ ആശ്രയവും നീയല്ലോ, എൻ്റെ ഉറവുകളകിലവും നിന്നിലേ എന്നുമാകും. ഇന്ന് നമ്മൾ നല്ല മനോഹരമായ പാല് 2-3 മിനിറ്റ് അതിൻ്റെ മുകളിൽ ഫാനിൻ്റെ കീഴിലൊക്കെ ഇരുന്ന് പാടുമ്പോൾ ഈ അനുഭവം ഉണ്ടാകത്തില്ല. ദൈവത്തിന് സ്തോത്രം.
അന്ന് ആ തെങ്ങോലക്കീഴിൽ ഇരുന്നു കൊണ്ട് പാടിയപ്പോൾ ഉള്ളം നിറഞ്ഞു, ദൈവസ്നേഹം കൊണ്ട് ഉള്ളം നിറഞ്ഞു. ഞാൻ കേട്ടത് ആ രാത്രിയിൽ താൻ ഉറങ്ങിയില്ല, ഈ വരികൾ എഴുതിക്കൊണ്ട് തുടർന്ന് ബാക്കി വരികളെല്ലാം എഴുതി പിടിച്ചു. ഞാൻ എൻ്റെ യേശുവെ വാഴ്ത്തി വന്നിട്ടും ജീവിത നാളുകളെല്ലാം എന്ന പാസ്റ്റർ കെ.സി. വർഗീസിന്റെ പാട്ടിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഓർപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അന്ന് അദ്ദേഹത്തിനൊരു നല്ല മെത്തപ്പായും നല്ല തലയിണയും നല്ലൊരു ഷീറ്റും കിട്ടിയിരുന്നെങ്കിൽ ഈ പാട്ട് കിട്ടുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾക്കുണ്ടാകുന്ന കഷ്ടങ്ങൾ, വേദനകളൊക്കെ സ്വർഗീയമായ സാന്നിധ്യത്താൽ നിറഞ്ഞ് അതിനെ ആസ്വദിക്കുമ്പോൾ അതിൽ കൂടെ മനോഹരമായ പാട്ടുകൾ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അതായിരുന്നു വിശുദ്ധന്മാർ കടന്നുപോയ പാതകൾ. ഈ പാതയിൽ ഒരുപാട് ഞെരുക്കമുണ്ട്. ഇന്ന് ഈ ഞെരുക്കമോ ഇടുക്കമോ മറ്റുള്ളവരുടെ നിന്ദകളൊന്നും കേട്ട് നിൽക്കാനോ സ്വീകരിക്കാനോ പലരും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് പെന്തക്കോസ്തിന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകരുടെ ജീവിതം ബലഹീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ആഹാരമില്ലെങ്കിലും അകത്ത മനുഷ്യന് നല്ല സ്ട്രോങ് ആയിരുന്നു. ഇപ്പോൾ ആഹാരമെല്ലാം കഴിച്ച് കൊഴുത്ത് തടിച്ച് നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ അകത്ത മനുഷ്യൻ ശോഷിച്ച് കണ്ടാൽ പേടിയാവും. അതുപോലത്തെ നിലയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ പൂർണ്ണപ്പെടുത്തുമോ എന്ന് വെച്ചാൽ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. അഭിഷേകമൊക്കെ പഴഞ്ചൻ കഥകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പിന്നെ ആരാധനാലയത്തിലൊക്കെ അകലം പാലിക്കേണ്ടത് കൊണ്ട് അകലം പാലിച്ചിരിക്കുന്നവർക്ക് അത് വലിയ ഇഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മ 1-ാം നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു? ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി പരിശുദ്ധാത്മാവ് ഇറങ്ങി കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് മുഴക്കമുണ്ടായി. നാവുകളൊക്കെ അഗ്നിജ്വാല പോലെയായിരുന്നു. വലിയ അഭിഷേകമായിരുന്നു. പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളുടെ നടുവിലൊക്കെ നല്ല ചങ്കുറ്റത്തോടെ ധൈര്യത്തോടെ യേശുവിന് വേണ്ടി മരിക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം, ജീവിച്ചാൽ യേശുവിന് വേണ്ടി ജീവിക്കണം, മരിച്ചാൽ യേശുവിന് വേണ്ടി മരിക്കണം. ഇതായിരുന്നു തീരുമാനം. ഈ തീരുമാനത്തോട് മുൻപോട്ട് വന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ അകലം പാലിക്കണം. പിന്നെ പല ആരാധനാലയത്തിലും ഇപ്പോൾ കസേര ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കസേരയും പിന്നെ വേദപുസ്തകം വയ്ക്കാനായിട്ട് ഒരു സ്റ്റൂളും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഇരുന്ന് ചലിക്കാൻ പറ്റുമോ? ഇവിടെ ഇരുന്ന് ആത്മാവ് നിറയുമോ? എല്ലാവരുടെയും കാര്യമല്ല. പ്രായമായവരുണ്ട്, ശരീരത്തിൽ ഇരിക്കാൻ കഷ്ടമുള്ളവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇടയിലും എത്രയോ വയ്യാത്തവരൊക്കെ ചിലപ്പോൾ കസേരകളിൽ ഇരിക്കാൻ തെറ്റൊന്നുമല്ല. നടുവയ്യാതിന് മുമ്പ് ചാരി ഇരുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ താഴെ ഇരിക്കാൻ വയ്യാത്തൊരു കസേര ഇരിക്കുന്നൊന്നും തെറ്റല്ല, ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയുകയില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇപ്പോൾ ആരോഗ്യവും സൗഖ്യവും ഉള്ളവർ താഴെ ഇരിക്കാൻ മടിക്കുകയാണ്. കുഞ്ഞുങ്ങൾ പോലും കസേരയിരുന്ന് ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം എന്തെന്നറിയാമോ? അവരങ്ങനെ ആയി തീർന്നു. സാഹചര്യങ്ങൾ അവരങ്ങനെ ആക്കി മാറ്റി. ഒരു കാലത്ത് കഷ്ടമില്ലല്ലോ എന്നായിരുന്നു പ്രാർത്ഥന. എൻ്റെ ജീവിതത്തിൽ കഷ്ടം വരുന്നില്ലല്ലോ, കർത്താവേ ഇത്രയേ ഉള്ളൂ, ഇനിയും കഷ്ടമില്ലേ, കുറച്ചുകൂടെ കർത്താവിന് വേണ്ടി അനുഭവിക്കണം, കർത്താവിന് വേണ്ടി വേദനപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ ഡോൺ അവர்கள் പലപ്പോഴും പറയുമായിരുന്നു, കർത്താവ് എനിക്ക് പലപ്പോഴും കഷ്ടം അനുവദിക്കുന്നില്ലല്ലോ എന്നൊരു പരാതിയാണ് എനിക്ക് കർത്താവിനോടുള്ളതെന്ന്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ആഫ്രിക്കൻ നാടുകളിലൊക്കെ പോയി എത്രയോ കിലോമീറ്ററുകൾ, സ്തോത്രം, 30-40 കിലോമീറ്ററുകളൊക്കെ ആഫ്രിക്കൻ നാടുകളിൽ പോയി യാത്ര ചെയ്ത് സുവിശേഷം അറിയിച്ചതായ മനുഷ്യനെ, കാൻബെൽറ്റിനുകൾക്ക് അഥവാ മനുഷ്യനെ ഭക്ഷിക്കുന്ന മനുഷ്യർക്കൊക്കെ സുവിശേഷം പറഞ്ഞു കൊടുത്ത് വലിയ ത്യാഗത്തിന്റെ പ്രവൃത്തികളൊക്കെ ചെയ്ത മനുഷ്യനാണ്. തൻ്റെ ശാരീരികമായ കഷ്ടങ്ങളിലൊക്കെ താൻ പറയുന്നത് ഒന്നുമില്ലെന്നാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ താൻ പറയുന്നത്, കർത്താവ് എനിക്ക് പലപ്പോഴും കഷ്ടം അനുവദിക്കുന്നില്ലല്ലോ. നമ്മളെന്താണ് ഇന്ന് ചിന്തിക്കുന്നത്? ഈ കഷ്ടം എന്നു മാറും? ദൈവത്തിന് ഇപ്പൊ പാടുന്ന പാട്ട് ഏതാണ്? പ്രാണനാഥൻ എന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഈ വേദനകളെല്ലാം മാറണമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. പാട്ടിനെ കുറ്റം പറയുകയില്ല, അവരൊക്കെ ഭക്തിയിൽ കൂടെ പാടിയതാണ്, പ്രത്യാശ കൊണ്ട് പാടിയതാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഈ വേദനകളെല്ലാം എന്ന് മാറും? ഈ കഷ്ടങ്ങളെല്ലാം മാറും. കരച്ചിലും കണ്ണുനീർ തുടച്ചിടുവാൻ ആരുമില്ലേ ഞങ്ങൾക്ക് ഈ മരുവിൽ എന്നൊക്കെ പാടും. ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് ഏതെങ്കിലും ഒരു തലവേദന വരുമ്പോൾ, ഏതെങ്കിലും ഒരു കൈവേദന വരുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ സ്തോത്രം. ഒരിക്കലും ഒരാൾ ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിച്ചപ്പോൾ വേറൊരാൾ ചോദിക്കാം, ഓ വലിയ ഉണർവൊക്കെ ആയല്ലോ, എന്നായി ഉണർവൊക്കെ തുടങ്ങിയത്. ഇത് കേട്ടപ്പോഴത്തേക്ക് അയാളുടെ ഉണർവ് പോയി. ദൈവത്തിന് സ്തോത്രം. പിന്നെ ആരാധനയ്ക്ക് വരാതിരുന്ന ഒരാളോട് ചോദിച്ചു, എന്തോ പറ്റി ഇന്ന് ഇങ്ങോട്ട് വരാൻ? ചിലർക്ക് അങ്ങനെയുള്ള സ്വഭാവമുണ്ട്. ഇങ്ങനെ ഉടക്ക് ചോദ്യം ചോദിക്കുന്ന മനുഷ്യനുണ്ട്. ചിലരുടെ വാക്ക് കേട്ടാൽ ഒരു സുഖപ്രദമല്ല. ജ്ഞാനിയുടെ വാക്ക് നാവ് സുഖപ്രദമെന്നാണ്. ചിലർ
ഒരു പിന്മാറ്റത്തിലിരിക്കുന്ന ഒരാൾ ഒരു പക്ഷേ ദൈവത്തിന് വരുമ്പോൾ എന്തോ പറ്റി ഇങ്ങോട്ട് വരാൻ, ഇന്നെന്തോ പറ്റി, ചില നല്ലതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചു, ഇന്നെന്തോ പറ്റി, ഇങ്ങനെ വലിയ പ്രാർത്ഥന. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടായിരിക്കും, പരിജ്ഞാനമില്ലാത്ത മനുഷ്യൻ അങ്ങനെയൊക്കെ പറയും. എങ്കിലും കൃപയുള്ള മനുഷ്യൻ ഇതിനപ്പുറത്ത് കേട്ടിരുന്നാലും അവർക്ക് യാതൊരു ചലനം ഉണ്ടാകില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഏതെങ്കിലും നിന്നാവാക്ക്, ഇല്ലെങ്കിൽ താഴ്ത്തി കിട്ടുന്ന വാക്ക്, ഇല്ലെങ്കിൽ അയ്യോ ഇങ്ങനെ പ്രാർത്ഥിക്കാവോ, ഇങ്ങനെ പ്രാർത്ഥിക്കണോ, ദൈവത്തിന് കേൾക്കാൻ വയ്യായോ എന്നൊക്കെ ചോദിക്കുന്നവർ ചിലപ്പോൾ ഉണ്ടാകാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കണ്ണുനീര് കുറയണ്ട. കർത്താവ് എന്ത് പറഞ്ഞു? ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യമുള്ളവർ. കർത്താവായ യേശു ക്രിസ്തു ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടുകൂടെ അഭയാചന കഴിച്ചു, അപേക്ഷിച്ചു, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു എന്നാണ്. കർത്താവ് അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിച്ചത്. കർത്താവ് ഇന്ന് ഈ ആരാധന ഹാളിൽ അക്ഷരീയ ശരീരത്തോടു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മുഴങ്കാലിൽ നിന്ന് ഏറെ നേരെ കരയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഉറച്ച് നിലവിളിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവ് അങ്ങനെയൊക്കെ തൻ്റെ സമയം ചെലവഴിച്ചെന്നും ബൈബിൾ വ്യക്തമായി പ്രസ്താവിക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയായിരുന്നു കർത്താവ് പ്രാർത്ഥിച്ചത്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചിലപ്പോൾ നിന്ദകൾ വരും, പരീക്ഷകൾ വരും, ഇടുങ്ങിയ പാതകളൊക്കെ വരും. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇടുങ്ങിയ പാത ചെന്ന് ചേരുന്നത് ഇടുക്കത്തിലല്ല, നരകത്തിന്റെ വാതിൽ മനോഹരമായി അട്രാക്ഷൻ ഉള്ള രീതിയിലാണ്, വളരെ ആകർഷണീയമായ നിലയിലാണ് നരകത്തിന്റെ വാതിലുണ്ടായത്. മനോഹരമായ കാഴ്ചവസ്തുക്കളൊക്കെ അവിടെ ഉണ്ട്, കണ്ണഞ്ചിപ്പിക്കുന്ന നിലയിലുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇങ്ങനെ വാതിൽ മാത്രമേ ഉള്ളൂ. സ്തോത്രം. വഴി കുറേ ദൂരം അങ്ങനെയായിരിക്കും. പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ വഴി ഞെരുങ്ങി 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 ഏറ്റവും ചെറുതായിത്തീരും. ആ പുറമെ കണ്ട വെളിച്ചം മാറി മാറി ഏറ്റവും ഇരുട്ടുള്ളതായിത്തീരും. പുറമേയുള്ള സുഖം മാറി 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 ഏറ്റവും ദുഃഖപൂർണമായിത്തീരും. നരകത്തിന്റെ വാതിലും വഴിയും മനോഹരമാണെങ്കിലും ചെന്ന് ചേരുന്നത് ഒരിക്കലും വിടുതലില്ലാത്ത നിത്യ കഷ്ടത്തിലായിരിക്കും. പക്ഷേ കർത്താവ് കാണിച്ചു തന്ന ഈ വാതിൽ ഏറ്റവും ഇടുങ്ങിയതാണ്, ഏറ്റവും ഞെരുങ്ങിയതാണ്. പല ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകണം. സ്തോത്രം. സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടാകും, മനുഷ്യരിൽ നിന്ന് ഞെരുക്കങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷെ അതിൻ്റെ നടുവിൽ കൃപയുണ്ടെങ്കിൽ ഒരു വേദന ഉണ്ടാകില്ല. മക്കതോന്യ സഭയ്ക്ക് കിട്ടിയ ദൈവകൃപയെ കുറിച്ച് വിശുദ്ധ പൗലോസ് എന്താണ് പറയുന്നത്? കഷ്ടതയെന്ന കഠിന ശോധന വന്നു. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയെന്ന കഠിന ശോധന വന്നിട്ടും ഇതാ യാതൊരു വിധത്തിലും പ്രയാസമുണ്ടായില്ല. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയെന്ന കഠിന ശോധനയുടെ നടുവിലായിരുന്നിട്ടും മഹാദാരിദ്ര്യം ഉണ്ടായിട്ടും അവരുടെ സന്തോഷത്തിന്റെ സമൃദ്ധി കുറഞ്ഞു പോയില്ല. ചില സന്ദർഭങ്ങളിലൊക്കെ അത് ഞാൻ ഓർപ്പിച്ചുള്ളതാണ്. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കാം. ആ കൃപയെക്കുറിച്ച് എടുത്തു പറയുകയാണ്. 2 കൊരിന്ത്യർ 8:1 2-ാം വാക്യത്തിൽ ആ കൃപ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. കഷ്ടതയെന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷത്തിന്റെ സമൃദ്ധിയും മഹാദാരിദ്ര്യവും. നോക്ക, ഇതിന്റെ കോമ്പിനേഷൻ നോക്ക്. ഒരു എഴുത്തുകാരൻ, ഒരു സാഹിത്യകാരൻ ഇങ്ങനെ എഴുതുമോ? എങ്ങനെ എഴുതും? കഷ്ടത എന്ന കഠിന ശോധന, സന്തോഷത്തിന്റെ സമൃദ്ധി, മഹാദാരിദ്ര്യം. ഇത് തമ്മിൽ എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒരു ആർട്ടിസ്റ്റ് ഒരു ചിത്രം വരച്ചാൽ ആ കളർ കോമ്പിനേഷൻ നോക്കും. പശ്ചാത്തലവും ആ ചിത്രവും തമ്മിലൊരു ബന്ധമുണ്ടായിരിക്കും. ഒരു സാഹിത്യകാരൻ ഒരു എഴുത്തെഴുതിയാൽ അതിനകത്ത് ആ പശ്ചാത്തല വിവരണം ആ വിഷയങ്ങളിൽ ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതുമായിട്ടൊരു നല്ല കോമ്പിനേഷൻ. കഷ്ടത എന്ന കഠിന ശോധന, പിന്നെ സന്തോഷത്തിന്റെ സമൃദ്ധി. എന്തോ കോമ്പിനേഷനാണ്? ദൈവത്തിന് സ്തോത്രം. ഒന്നുമില്ല. കഷ്ടത എന്ന കഠിന ശോധനയുടെ അടുത്ത വാക്ക് സന്തോഷത്തിന്റെ സമൃദ്ധി, അതിനടുത്ത വാക്ക് മഹാദാരിദ്ര്യം. ഞാനിത് വായിച്ചപ്പോൾ ഒന്ന് മനസ്സിലായി. ഇടത്ത് കഷ്ടത എന്ന കഠിന ശോധന, വലത്ത് മഹാദാരിദ്ര്യം, നടുക്ക് സന്തോഷത്തിന്റെ സമൃദ്ധി. ഇത് ആർക്കുള്ള അനുഭവമാണോ? കൃപ കിട്ടിയവരുടെ അനുഭവമാണ്. കൃപ കിട്ടിയവരുടെ സന്തോഷം ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല. ഒരുപക്ഷെ ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നാൽ, പ്രതികൂലങ്ങൾ വളരെ ഉണ്ടായിരുന്നാൽ, സ്തോത്രം, ആരാധനയ്ക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നാലും അവരുടെ ആത്മസന്തോഷം, അവരുടെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു പോകുകയില്ല. അവരുടെ ഭവനങ്ങളൊക്കെ ആരാധനാലയങ്ങളായി മാറ്റുമവർ. ദൈവത്തിന് സ്തോത്രം. 1-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാർക്ക് സിനഗോഗുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആരാധന അവർക്ക് ആലയം കൂടാതെ
മറ്റ് ഇങ്ങനെയുള്ളതായ പ്രാർത്ഥനാലയങ്ങൾ, ആലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ അവർ ചെയ്തു. എന്നാൽ സത്യസഭയ്ക്ക് ഇങ്ങനെയുള്ള ഒന്നുമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും വീട്ടിലെ സഭയെന്നൊക്കെ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോ സഹോദരങ്ങളുടെയും വീട്ടിലെ സഭ എന്ന് പറയാൻ കാരണം എന്താണ്? അവർക്ക് ആരാധന സ്ഥലമില്ലായിരുന്നു. വീട്ടിൽ കിട്ടിയ ഇടങ്ങളിലൊക്കെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു, ആരാധിച്ചു. ഇതിനൊക്കെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോഴും അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയില്ല, അവരുടെ കൃപ കുറഞ്ഞു പോയില്ല. എല്ലാ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഈ സമയത്ത് കൃപ നഷ്ടപ്പെട്ടു പോകരുത്. സ്തോത്രം. ശൗല് ഒരു വലിയ അഭിഷക്തനായിരുന്നുവെങ്കിലും തൻ്റെ ജീവിതത്തിൽ വന്ന ഒരു ഫാൾട്ട് എന്തായിരുന്നു? കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. അതേ, ശരീരം ആസകലം കഷ്ടമാണ്, വേദനയാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥിക്കും? നിങ്ങളുടെ ശരീരത്തിൽ വലിയ കഷ്ടം നേരിടുമ്പോൾ, നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ വയ്യാത്തൊരു കഷ്ടം നേരിടുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്തായിരിക്കും? കർത്താവെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുമോ? കൃപ വേണമെന്ന് പ്രാർത്ഥിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഇവിടെയാണ് ഒരു വ്യക്തിയുടെ ആത്മീയ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഴയ നിയമകാലവും പുതിയ നിയമകാലവും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടെ അതാണ്. ദൈവത്തിന് സ്തോത്രം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ തീയിൽ വീണപ്പോൾ കർത്താവ് ഇറങ്ങിച്ചെന്നു, അവരെ വിടുവിച്ചു. ദാനിയേൽ സിംഹക്കുഴിയിൽ വീണപ്പോൾ അവരെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാർ സിംഹത്തിന്റെ ഗുഹയിൽ അല്ലെങ്കിൽ സിംഹത്തിന്റെ മുമ്പിൽ വീണപ്പോൾ വിടുവിക്കല്ലായിരുന്നു, തീയിൽ കൊണ്ടിടുമ്പോൾ വിടുവിക്കല്ലായിരുന്നു. പിന്നെ തീയുടെ നടുവിലും അവർ സന്തോഷിച്ചു. കാരണം തീയെ ഓവർകം ചെയ്യുന്ന, തീയെ അതിജീവിക്കുന്ന ഒരു കൃപ അവരുടെ മേൽ വ്യാപരിച്ചുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. റോമിലെ ഇന്നും സാക്ഷിയുമായി നിൽക്കുന്ന കൊളോസിയം എത്രയോ വിശുദ്ധന്മാരുടെ ജീവൻ അപഹരിക്കുവാൻ ഉപയോഗിച്ചതാണ്. അവർ ഒളിമ്പിക്സ് ഒക്കെ നടത്തുമ്പോൾ അവർ വെളിച്ചം കാണുവാൻ വേണ്ടി വിശുദ്ധന്മാരെ കീലൊഴിച്ച് ശരീരമെല്ലാം നിറച്ചതിന് ശേഷം, കീൽപൂശിയതിന് ശേഷം വരിഞ്ഞു കെട്ടി പന്തമായിട്ട് കെട്ടിവെക്കുമായിരുന്നു. തൂണുകളിൽ അവർ കെട്ടിവെച്ചിട്ട് തീ കൊടുത്തു. അവർക്ക് കളിക്കുവാൻ, വെട്ടം കാണുവാൻ. സ്തോത്രം. മരണത്തിലും ഒരർത്ഥത്തിൽ അവർ വെളിച്ചമായി കാണപ്പെട്ടു. ആ സമയത്തൊന്നും അവർ ദുഃഖിച്ചില്ല, വേദനപ്പെട്ടില്ല. ഒരിക്കൽ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയെ സുവിശേഷ നിമിത്തമായിട്ട് സുവിശേഷ വിരോധികൾ പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് അവനെ തൂണോട് ചേർത്ത് ബന്ധിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, അവൻ തൻ്റെ ബൈബിൾ മുറുക്കി പിടിച്ചു. ഇത് ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ, ഇതെന്റെ ജീവന് തുല്യമാണ്, ഞാനിത് കളയത്തില്ല. എന്നാൽ ഈ ബൈബിളിനോടുകൂടെ ഞങ്ങൾ നിന്നെ ചുട്ടരിക്കാൻ പോകുക എന്ന് പറഞ്ഞ് അവൻ്റെ ചുറ്റും വിറകെല്ലാം അടുക്കി വെച്ചു. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അപ്പുറത്ത് ഏതാണ്ട് 15 വയസ്സോളം പ്രായമുള്ള അവൻ്റെ ജ്യേഷ്ഠൻ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവൻ്റെ മാതാപിതാക്കൾ അപ്പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഒടുവിൽ മാതാപിതാക്കളെ ചുംബിക്കുവാൻ അവസരം കൊടുത്തപ്പോൾ ആ പിതാവ് ചെന്ന് മോനെ നന്നായി ചുംബിച്ചിട്ട് പറഞ്ഞു, മോനെ ഇപ്പോൾ ഇത് ഉപേക്ഷിക്ക്, പിന്നീട് നമുക്കൊരു നല്ല വിശ്വാസിയായി ജീവിക്കാം. കാരണം മാതാവിൻ്റെ പിതാവിൻ്റെ ഹൃദയമല്ലേ. പിഞ്ചു കുഞ്ഞ് 10 വയസ്സുള്ള കുട്ടി തീയിലെരിഞ്ഞ് ചാകാൻ പോവുകയാണ്. ദൈവത്തിന് ഡാഡി, ഞാൻ പോകുന്നിടത്തേക്ക് ഡാഡിയും വരാൻ ഒരുങ്ങിക്കൊള്ളുക. ഞാൻ എൻ്റെ യേശുവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്, ഞാൻ ഒരിക്കലും ഭാരപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചിതയ്ക്ക് തീ കൊടുക്കുമ്പോൾ, തീയരിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, ആ തീയുടെ ഇടയിലൂടെ അവൻ ബൈബിൾ എടുത്ത് ജ്യേഷ്ഠ സഹോദരന് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, സഹോദര, നീ ഈ ബൈബിളുമായിട്ട് ഞാൻ പോകുന്ന ഇടത്തേക്ക് വേണം. അവൻ 2 കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അവൻ്റെ ശരീരം എരിഞ്ഞടങ്ങിക്കൊണ്ടിരുന്നു. ഒരു ഭാരമില്ല. ആ സംഭവം അവരെ തീയരിക്കുവാൻ, അവരെ തീ കൊളുത്തിയ വ്യക്തികളിലൊക്കെ ഒരു രൂപാന്തരം ഉണ്ടാക്കി. സ്തോത്രം. ചുറ്റും നിൽക്കുന്ന പട്ടാളക്കാരിൽ ചിലർ കർത്താവിനെ സ്വീകരിച്ചു. ഈ കുട്ടിക്ക് ഇത്രയും ധൈര്യമുണ്ടാകാൻ കാരണം എന്താണെന്നുള്ള ആ ഭാഗം ചിന്തിച്ചുകൊണ്ട് അനേക കർത്താവിനെ സ്വീകരിച്ചു എന്നൊരു സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ പ്രിയരെ, എന്തുകൊണ്ടാ 10 വയസ്സുള്ള കുട്ടിയെ ദൈവം വിടുവിച്ചില്ല? എന്തുകൊണ്ട് വിടുവിച്ചില്ല? അവന്റെ മേൽ ധാരാളമായി കൃപ പകർന്നുകൊണ്ടിരുന്നു. ഇത് കൃപാകാലമാണ് പ്രിയരെ. കൃപ പകർന്നുകൊണ്ടേയിരുന്നു. ഒരു ദൈവ പൈതൽ
ദൈവകൃപയുടെ സമൃദ്ധി പ്രാപിക്കുമ്പോൾ പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ എങ്ങനെയെങ്കിലും വിടുതൽ പ്രാപിക്കുക എന്നുള്ളതല്ല, കൃപ പകർന്നുകൊണ്ടേയിരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കാരണം സ്തോത്രം വർദ്ധിപ്പിക്കുമ്പോൾ കൃപ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചുകൊണ്ടിരുന്നു എന്ന് തിരുവെടുത്ത് വായിക്കുന്നല്ലോ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. എന്താണ് ഇതിന്റെ അർത്ഥം? പാപത്തിൽ അകപ്പെടേണ്ട സാഹചര്യം വരുമ്പോൾ, അതേ ദൈവത്തെ ത്യജിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ അതികലുഷിതമായ ജീവിതത്തിൽ വരുമ്പോൾ, അവിടെയാണ് കൃപ സമൃദ്ധിയായി പകർന്നുകൊണ്ടിരിക്കുന്നത്. അല്പമായ കൃപയല്ല, കാൽവറി എന്ന ആ സ്ഥലത്ത് നിന്നും, ആ ഉറവയിൽ നിന്നും പുറപ്പെടുന്ന കൃപ അധികമായി പകർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പുറപ്പെട്ട ആ കൃപയുടെ നദി ഇന്നുവരെയും വറ്റിപ്പോയിട്ടില്ല. അതുകൊണ്ടാണ് ഭക്തന്മാർ പാടിയത്, കാൽവറിയിൽ നിന്നൊഴുകിയിടും കടല് പോലാഴമേറുന്ന കൃപമതി 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 എനിക്ക്, നിൻ കൃപമതി 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 എനിക്ക്. കാൽവറിയിൽ നിന്നൊഴുകിയിടും കടല് പോലാഴമേറുന്ന കൃപമതി 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 എനിക്ക്. കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് സംശയിക്കുന്ന സാഹചര്യം വരുമ്പോൾ, കർത്താവേ നിന്റെ കൃപ മതി, നിന്റെ കൃപ മതി എന്ന് പറയുമ്പോൾ ആ ഉറവയിൽ നിന്ന് സമൃദ്ധിയായി കൃപ വന്നുകൊണ്ടേയിരിക്കും. പ്രതികൂലങ്ങളെ ഒരു ആശീർവാദമാക്കി മാറ്റും, ഒരു അനുഗ്രഹമാക്കി മാറ്റും. സാധു സുന്ദർ സിംഗ് എന്ന ദൈവഭക്തനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ നൂറ്റാണ്ടിൽ കർത്താവിന് വേണ്ടി ജ്വലിച്ചു നിന്ന ഒരു താരമായിരുന്നു അദ്ദേഹം. ക്രിസ്തുവിന്റെ നാമനിമിത്തം ഏറെ കഷ്ടങ്ങൾ അനുഭവിച്ച ഒരു ദൈവഭക്തനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പഞ്ചാബിൽ നിന്ന്, സിഖ് വംശത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം പ്രാപിച്ചുകൊണ്ട് ഭാരതത്തിന്റെ അപ്പോസ്തലനൊക്കെ ആത്മീയ ആചാര്യന്മാർ വിശേഷിപ്പിച്ചതായ ആ സാധു സുന്ദർ പോയ പാതകളിൽ ഒരു വിഷയം, ദൈവത്തിന് സ്തോത്രം, ഒരിക്കൽ തന്നെ കൈകാലുകൾ ബന്ധിച്ചതിന് ശേഷം സുവിശേഷം അറിയിച്ചത് നിമിത്തമായി സുവിശേഷ വിരോധികൾ ചെയ്യുന്ന കൈകാലുകൾ ബന്ധിച്ച് ഒരു സ്ഥലത്തിട്ടതിന് ശേഷം ഈ രക്തം കുടിക്കുന്ന അട്ടകളെ കൊണ്ടുവന്ന് തൻ്റെ ശരീരമാസനം ഇട്ടു. ശരീരത്തിൽ നിന്ന് രക്തം ഒരട്ടയല്ല കുടിക്കുന്ന, അനേക അട്ടകൾ കുടിച്ചുകൊണ്ടേയിരിക്കുക. അത് കുടിച്ചു വീർക്കും തോറും തൻ്റെ ശരീരത്തിൻ്റെ രക്തമെല്ലാം വാർന്നു പോയിക്കൊണ്ടിരിക്കും. ഭയങ്കര അസ്വസ്ഥതയാണ്, വല്ലാത്ത ചൊറിച്ചിലുണ്ടാകുന്നു. കൈ അനക്കാൻ പറ്റുകയില്ല, കാലനക്കാൻ പറ്റുകയില്ല, കാരണം ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. രക്തം കുടിക്കും തോറും ശരീരത്തിന്റെ ബലം കുറഞ്ഞ് 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 ക്ഷീണിതനായിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ശരീരത്തൊരു വല്ലാത്ത അസ്വസ്ഥമുണ്ട്. ഇങ്ങനെ ചൊറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെങ്കിലും കൈ അനക്കാൻ പറ്റുന്നില്ല. ഒടുവിലായി താൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷ വിരോധികൾ തന്നെ ഇട്ടിട്ട് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ താൻ വേറൊരിടത്തുനിന്ന് പ്രസംഗിക്കുന്നതാണ് കേൾക്കുന്നത്. അന്ന് താൻ പ്രസംഗിച്ച വിഷയം എന്തെന്നറിയാമോ? 2 ദിവസം മുമ്പ് ഞാൻ സ്വർഗത്തിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ അട്ടകൾ തന്റെ രക്തം കുടിച്ച് അസ്വസ്ഥ കൊണ്ട് ശരീരം നിറഞ്ഞിരിക്കുന്ന സമയത്ത് താൻ സ്വർഗത്തിലായിരുന്നു. കാരണം ഈ കൃപ ഒരു മനുഷ്യന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ സന്തോഷത്തിന്റെ സമൃദ്ധിയാണ്. ഞാൻ പറയുമ്പോൾ ഭയത്തോട് പറയുകയാണ്. പലപ്പോഴും കൃപ എന്നിലും കുറഞ്ഞിട്ടുണ്ട് പ്രിയരെ. പല സന്ദർഭങ്ങളിലും ഇതുപോലെ സന്തോഷിപ്പാൻ എനിക്കും കഴിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ബലഹീനതയോട് സമ്മതിക്കുകയാണ്. എങ്കിലും ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവ കൃപ വർദ്ധിക്കുന്നിടത്തോളം പ്രതികൂല ശക്തികൾക്ക് നമ്മെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പ്രതികൂല ശക്തികൾ നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുകയില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ നാം ഇപ്പോൾ വായിച്ച ആ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കുകയാണ്. ശമൂവേലിനെ കൂടാതെ യാഗം നടത്തി. ദൈവം പ്രസാദിക്കുന്ന യാഗമാണോ? ശമൂവേൽ ഇല്ലെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തൻ്റെ സ്വാതന്ത്ര്യമനുസരിച്ച് താന് ഇപ്പോൾ യാഗങ്ങളൊക്കെ നടത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലിക ഐക്യമില്ലാതെ, ക്രിസ്തുവാകുന്ന മൂലക്കല്ലുമായുള്ള ബന്ധമില്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ ഈ ശൗലിന്റെ യാഗം പോലെയാണ്.
അവൻ ഹോമയാഗം നടത്തി, തീയൊക്കെ കത്തിക്കാം. അതിൻ്റെ കൂടെ കൂടാൻ ധാരാളം പേരുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന് വ്യസനമായി, ദൈവത്തിന് ദുഃഖമായി. ഒരു യാഗം നടത്തിയല്ലോ എന്നുള്ള സംതൃപ്തിയും സന്തോഷവും തനിക്ക് എങ്ങനെ കിട്ടി? ഇതിനുള്ള ധൈര്യം തനിക്ക് എങ്ങനെ കിട്ടി? കൃപയില്ലാതെ വന്നപ്പോൾ. കൃപയുള്ള ഒരു ദൈവവൈതൽ ദൈവത്തിൽ നിന്ന് ഒരല്പം അകന്നു പോയാൽ അവരുടെ ജീവിതത്തിൽ വലിയ ഭയമുണ്ടാകും, വലിയ ഭാരമുണ്ടാകും, മനസ്സ് കലങ്ങിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ വിട്ടുപോയോ? ഈ വഴിയിൽ നിന്ന് മാറിപ്പോയോ? ദൈവത്തിന് സ്തോത്രം. അവരുടെ ജീവിതത്തിൽ വലിയ സങ്കടം ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ഇന്ന് കൃപയില്ലാതെ പ്രവർത്തിക്കുന്ന ധാരാളം മനുഷ്യരെ കാണാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഉണ്ട്, പക്ഷെ കൃപയില്ല. അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്, യാഗപീഠത്തിൽ തീയും കത്തുന്നുണ്ട്, വസ്തു ദഹിക്കുന്നുണ്ട്, പക്ഷേ എന്തോ ഇല്ല, കൃപയില്ല. കൃപയില്ലാത്തൊരു യാഗപീഠമാണോ നിനക്ക് വേണ്ടത്? കൃപയുള്ള ഒരു ദൈവബന്ധമുള്ള ജീവിതമാണോ വേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ശമൂവേൽ തുടർന്ന് പലതിനും ധൈര്യം കാട്ടി, ഘോഷയാത്ര നടത്തി, ജ്ഞാപകസ്തംഭം ഉണ്ടാക്കി, യുദ്ധങ്ങളൊക്കെ നടത്തി. പക്ഷെ ദൈവത്തിനും ശമൂവേലിനും വ്യസനമായി തീർന്നു. ദൈവം നമ്മെ നോക്കി ദുഃഖിക്കരുത്, കർത്തൃ ശുശ്രൂഷകർ നമ്മെ നോക്കി ദുഃഖിക്കരുത്, ദൈവത്തിന്റെ കൃപ നമ്മെ വിട്ടു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപയിൽ വളരാം, നമ്മൾ പ്രസിദ്ധരാകുവാനല്ല, പിന്നെയോ കൃപയിൽ മറഞ്ഞിരിപ്പാൻ കഴിയുന്നെങ്കിൽ ദൈവം അതിൽ പ്രസാദിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുവാൻ ഇടയായി തീരട്ടെ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഓർപ്പിച്ചൊരു വിഷയമാണ്. ശൗൽ ധൈര്യം കാട്ടി ചെയ്തത് ആത്മീയ ലോകത്തിൽ വലിയ കാര്യമാണ്, യാഗം നടത്തിയതാണ്. പക്ഷേ അതിലാരില്ലായിരുന്നു? ശമൂവേലില്ലായിരുന്നു. സ്തോത്രം. ശമൂവേൽ പറഞ്ഞ ടൈമിൽ വന്നില്ലെന്നാണ് ശൗലിന്റെ പരാതി. എന്ന് പറഞ്ഞാൽ ശൗൽ പറഞ്ഞതുപോലെ ശമൂവേൽ ചെയ്യണമായിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ ആത്മാവിനെ നടത്തിപ്പനുസരിച്ചാ പോകുന്നത്. ശമൂവേൽ ദൈവത്തിന്റെ ആത്മാവിനെ എങ്ങനെ കൊണ്ടുപോകുന്നു അങ്ങനെയാണ് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നല്ലോ. കാനാവിലെ കല്യാണത്തിന് ക്രിസ്തുവിനെ കുറിച്ചുള്ള നല്ല അറിവ് അവർക്ക് ഉണ്ടായതുകൊണ്ടാണ് യേശുവിന്റെ അടുക്കൽ വന്ന് വീഞ്ഞു തീർന്നു പോയി എന്ന് പറയുന്നത്. ആദ്യം മറിയുടെ അടുക്കലാണ് പോയത്. ദൈവത്തിന് സ്തോത്രം. മറിയ പറഞ്ഞു, മക്കളെ, എൻ്റെ അടുക്കലല്ല, കർത്താവ് അവനാണ്, എൻ്റെയും കൂടെ രക്ഷകനാ യേശു, അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ അടുത്ത് അന്നേ മറിയ തിരിച്ചു വിട്ടതാണ്, ഡയറക്ഷൻ മാറ്റിയതാണ്. ഇപ്പോഴും മറിയുടെ അടുത്ത് പോകുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അന്ന് മറിയ മാതൃക കാണിച്ചു കൊടുത്തു. എന്താ മക്കളെ, എൻ്റെ അടുത്തല്ല പറയേണ്ടത്, ഒരു പ്രയോജനവും ഇല്ല. ജീവനോടിരുന്നപ്പം മറിയോടത്ത് പറഞ്ഞപ്പോൾ പ്രയോജനമില്ല, പിന്നെ മരിച്ചതിന് ശേഷം പ്രയോജനം ഉണ്ടാവുമോ? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് യേശു അവിടെ ഉണ്ടല്ലോ. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യേ. അവർ യേശുവിൻ്റെ അടുക്കലുണ്ട്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിലെ വിഷയങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നൊക്കെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് ഒരു വലിയ വിഷയം നമുക്ക് അവിടെ കാണാൻ കഴിയും. യേശുവിന് വേണമെങ്കിൽ കൽപ്പിച്ചുകൂടായിരുന്നോ? യേശു സ്നാനമേറ്റ് ഫുൾ പവറിൽ ശുശ്രൂഷയ്ക്കായിട്ട് നിയമിക്കപ്പെട്ട് മുമ്പോട്ട് വരികയാണ്. യേശു ആദ്യം ചെയ്ത അത്ഭുതം ഏതാണ്? തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയതാണ്. പക്ഷെ അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുകയെന്ന് മറിയ പറഞ്ഞതും ഇവർ വന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നതുമായ വിഷയങ്ങളുടെ ഇടയിൽ മറ്റൊരു വിഷയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ യേശു പറയുകയാണ്, സ്ത്രീയെ, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. പിതാവിന്റെ നടത്തിപ്പിന് വേണ്ടി ക്രിസ്തു കാത്തിരുന്നു. ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ബൈബിൾ വായിക്കുന്ന പിതാവിനോട് സമനായിരുന്നു. പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ദാസരൂപം എടുക്കുന്നൊക്കെയാണ്. പിതാവിനുള്ള സമത്വം ഉണ്ടായിരുന്നു. എങ്കിലും ഈ ശുശ്രൂഷയുടെ ഭാഗത്ത് വന്നപ്പോൾ ആ ഓർഡർ തെറ്റിക്കുന്നില്ല. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ശൗലിന്റെ നാഴിക വന്നു.
ശൗല് നിശ്ചയിച്ച സമയം. ദൈവത്തിന് സ്തോത്രം. ശമൂവേൽ ആ സമയത്ത് വന്നില്ല. ഉടനെ അവൻ ഹോമയാഗം കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ ഹോമയാഗം കഴിക്കുവാൻ അവന് നല്ല ധൈര്യം കിട്ടി. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ശമൂവേൽ പറഞ്ഞ എന്താണ്? നീ ചെയ്തത് ഭോഷത്വം. നീ യാഗം കഴിച്ചു, തീ കത്തി, യാഗവസ്തു ദഹിച്ചു, ധാരാളം പേര് ചുറ്റുമുണ്ട്, എല്ലാവരും ചിലപ്പോൾ ജയ വിളിച്ചു കാണും. പക്ഷേ ശമൂവേൽ പറയുകയാണ്, നീ ചെയ്തത് ഭോഷത്വമാണ്. ചില കാര്യങ്ങൾ ദൈവികം പോലെ തോന്നും കേട്ടോ, നല്ലതുപോലെ തോന്നും, തെറ്റിപ്പോകും പലർക്ക്. ദൈവത്തിന് സ്തോത്രം. ആ പ്രവാചക ശിഷ്യൻ പായസത്തില് എക്സ്ട്രാ ടേസ്റ്റ് വരുത്താനായിട്ട് വയലിൽ പോയി ചീര പറിക്കാൻ പോയി. പക്ഷേ കയ്പിച്ചീര പറിച്ചുകൊണ്ട് വന്നു, പേച്ചൂര പറിച്ചുകൊണ്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. അത് കഴിച്ചവർക്കെല്ലാം മരണമുണ്ടായത്. ഇത് എന്താ ഇവന് തെറ്റിപ്പോകാൻ കാരണം? രണ്ടും ഒരുപോലെ ഇരിക്കുകയായിരുന്നു. നല്ല ചീരയും ആകാത്തതും ഏതാണ്ട് സെയിം ആയിരുന്നു. നല്ല വിവേചന ശക്തി ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ആത്മീയ കാര്യങ്ങൾ ഭൗതിക കാര്യങ്ങളും ആത്മീയന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇതിനെക്കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. അതിനാ പ്രാർത്ഥനാ ജീവിതവും അഭിഷേകവും ഒക്കെ വേണ്ടത്. ദൈവാത്മാവിന്റെ ഉപദേശം അതിനാണ് ആവശ്യമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവൻ ചെന്ന് ഇതാ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചു. ദൈവീയമല്ലാത്ത കാര്യത്തിന് ആര് ധൈര്യം കാണിച്ചാലും അതിന്റെ അർത്ഥം കൃപയിൽ നിന്ന് വീണ് പോയിട്ട് തെളിവാണ്. ആത്മീയമല്ലാത്ത കാര്യങ്ങൾ, ദൈവപ്രസാദമില്ലാത്ത കാര്യങ്ങളിൽ ചിലപ്പോൾ ചിലർ നല്ല ധൈര്യം കാണിക്കാറില്ലേ? ദൈവത്തിന് സ്തോത്രം. ആ ധൈര്യം ദൈവികമല്ല, കൃപയിൽ നിന്ന് വീണപ്പോൾ പിശാചി കൊടുത്ത ഒരു ധൈര്യമാണ്. എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ഈ വിഷയങ്ങളിൽ വലിയ ഭയമുണ്ടാകും. ദൈവിക കാര്യങ്ങൾ ഭയത്തോടും നടുക്കത്തോടുമായിരിക്കും ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ ഇപ്പോൾ ഇവന് കിട്ടിയ ധൈര്യം എങ്ങനെ കിട്ടിയതാണ്? കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനതുകൊണ്ട്. എനിക്ക് പ്രധാനമായി ഓർപ്പിക്കാനുള്ളത് ആത്മീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ, കൃപയുടെ വാതിൽ അടയാറായിരിക്കുന്ന ഈ സമയത്ത് ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ ദൈവകൃപയുടെ സമൃദ്ധിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അങ്ങ് നടത്തുന്ന പാത ഏതായിരുന്നാലും, തുன்பമായിരുന്നാലും ഇன்பമായിരുന്നാലും, ഇടുക്കമായിരുന്നാലും ഞെരുക്കമായിരുന്നാലും, ഉയർച്ചയായിരുന്നാലും താഴ്ചയായിരുന്നാലും, കർത്താവേ നിന്റെ കൃപ മതി. നിന്റെ കൃപയാൽ നടത്തും. കൃപയ്ക്ക് വേണ്ടി ഈ നാളുകളിൽ പ്രാർത്ഥിക്കാം. മറ്റ് പ്രാർത്ഥനാ സബ്ജക്റ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിനകത്ത് എല്ലാം ഇൻക്ലൂഡാണ് പ്രിയനെ. ഒന്നുകൂടെ പറയുകയാണ്, അധർമ്മത്തിന്റെ മൂർത്തി വെളിപ്പെടുന്നതിന് മുൻപ് അതിന്റെ മർമ്മം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഏറ്റവും അധികം കൃപ ആവശ്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അധികം കൃപ ആവശ്യം. കാരണം എന്താണ്? സഭ പൂർണ്ണപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന്റെ സഭ പൂർണ്ണപ്പെടാൻ പോവുകയാണ്. ജയാളികളെ ചേർക്കുവാൻ യേശു വെളിപ്പെടാൻ പോവുകയാണ്. ദൈവസിംഹാസനത്തിന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഹോവ സിയോനെ പണിത് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവിനെ എതിരേൽക്കുന്ന കൂട്ടത്തിൽ കാണപ്പെടുവാൻ ഒരുക്കപ്പെടണമെങ്കിൽ ഈ കൃപായുഗത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ജീവിക്കുന്ന കൃപായുഗത്തിൽ ഇല്ലാത്തത് എന്താ? കൃപ. കൃപായുഗത്തിൽ അകത്താ ജീവിക്കുന്നത്, പക്ഷെ അകത്ത് കൃപയത്ര പോലും കേൾക്കില്ല. ഒരു വിരോധാഭാസം പോലെ തോന്നുകയാണ്. എന്നാൽ പഴയ നിയമകാലത്ത് കൃപായുഗം അല്ലാത്തപ്പോഴും വിശുദ്ധന്മാർ കൃപ അധികം പ്രാപിച്ചിരുന്നു. സ്തോത്രം. കൃപായുഗം അല്ലാത്ത കാലത്തും കൂടെ ശൗല് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാഞ്ഞതിനാൽ പോരായ്മ ഉണ്ടായി. അപ്പൊ ഈ കൃപായുഗത്തിൽ കൃപയ്ക്ക് വേണ്ടി എത്രയധികം പ്രാർത്ഥിക്കണം? കർത്താവേ കൃപ വേണം. കൃപ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? എൻ്റെ ജീവിതത്തെ എങ്ങനെ ആക്കണം? ബൈബിൾ ആവർത്തിച്ച് പറയുന്ന വിഷയമുണ്ട്, താഴ്മയുള്ളവർക്ക് കൃപ വേണം. ഈ താഴ്മ എവിടെയാണ് വേണ്ടത്? എല്ലായിടത്തും വേണം. ഒന്നാമത് വേണ്ടത് എവിടെയാണ്? ഹൃദയത്തിന്റെ ആഴത്തിൽ താഴ്മയുണ്ടായി, മനസ്സിൽ താഴ്മയുണ്ടായി, ക്രിസ്തുവേശുവിനുള്ള ഭാവം തന്നെ ഉണ്ടായി. നമ്മുടെ മനസ്സിൽ താഴ്മയുണ്ടായി, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ചിലരെ സംബന്ധിച്ച് പുറമേ ഭയങ്കര ഭക്തരാണ്, പുറമേ ഭയങ്കര താഴ്മയാണ്. ഇങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടാണ് കർത്താവ് പറഞ്ഞത്, വെള്ള തേച്ച ശവക്കല്ലറകൾ. ഭക്തിയുടെ വേഷം അവർക്കുണ്ട്,
പക്ഷെ ശക്തി അവർക്ക് ഉള്ളിലില്ല. നമ്മുടെ ജീവിതം അങ്ങനെയായിത്തീരും. അവരെ കുറിച്ച് കർത്താവ് എന്താ പറയുക? നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. കർത്താവ് കഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, മനുഷ്യർ പറയുന്ന പോലെ അല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ താഴ്മയുള്ളവരായി, എളുപ്പത്വമുള്ളവരായി, വിശുദ്ധരായി, പ്രാർത്ഥനയുടെ അനുഭവമുള്ളവരായി, സ്തോത്രയാഗമർപ്പിക്കുന്നവരായി നമുക്ക് മുൻപോട്ട് പോകാം. നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് പോകാം. ദൈവപ്രസാദമുള്ള ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കാം. ഈ നാളുകളിൽ പണം നഷ്ടപ്പെട്ടു പോയിരുന്നാലും, വീട് നഷ്ടപ്പെട്ടു പോയിരുന്നാലും, നമ്മോട് സഹകരിക്കുന്നവർ നാളെ മുതൽ സഹകരിക്കാതായിരുന്നാലും, നമ്മെ അധികം ഇഷ്ടപ്പെട്ടവർ നാളെ ഇഷ്ടപ്പെടാതിരുന്നാലും കൃപ നമ്മെ വിട്ടു പോകരുത്. അത് നമ്മുടെ മനസാക്ഷിയുടെ ബലമായിരിക്കട്ടെ. അധികം കൃപ പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവിൽ നമുക്ക് എത്തിച്ചേരാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി യേശു വെളിപ്പെടാൻ പോവുകയാണ്. കൃപായുഗം അവസാനിക്കാറായി, കൃപയുടെ വാതിൽ അടയാറായി. പ്രിയരെ, നമ്മുടെ പ്രാണപ്രിയൻ വെളിപ്പെടാറായി. അതിനായി നമുക്ക് ഒരുങ്ങാം. നമ്മെ അതിനായി സമർപ്പിച്ചു കൊടുത്ത് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah.